അപ്പോൾ HSST-യിൽ 10 മാർക്ക് ഉറപ്പായിട്ടും നേടാം എന്നുള്ളത് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം. നമ്മൾ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് മെത്തഡോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്, ടീച്ചർ, ഇവാലുവേഷൻ ഇങ്ങനത്തെ കുറേ ടോപ്പിക്കുകളുണ്ട്. 5 മാർക്ക് അവിടുന്ന് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 5 മാർക്ക് റിസർച്ചിൽ നിന്നാണ്, 5 മാർക്ക് ഈ ഏരിയയിൽ നിന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്ന ബാക്കി ചോദ്യങ്ങൾ അത് രണ്ടാമത്തെ ഈ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് മേഖലയിൽ നിന്നാണെന്ന് നോക്കാം. അതനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടോപ്പിക്കുകളെ ഒന്ന് മനസ്സിലാക്കി പോവാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. HSST-യുടെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ജനറൽ പേപ്പറിൻ്റെ ഡിസ്കഷൻസ് 10 മാർക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. എനിവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അറേഞ്ച് ദ ഫോളോവിങ് ഇൻ കറക്റ്റ് സീക്വൻസ്: പ്രിപ്പറേഷൻ, റീക്യാപിറ്റുലേഷൻ, പ്രസൻറ്റേഷൻ, ജനറലൈസേഷൻ, കമ്പാരിസൺ. എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കണം. ആ തിയറി പഠിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഇവിടുത്തെ ആൻസർ നിങ്ങളത് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടുപിടിച്ചോട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് വേണം എൻ്റെ ആൻസറായിട്ട് അതിനെ കമ്പയർ ചെയ്യാനായിട്ട്. ഇവിടെ എന്തായാലും ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. A, Z, E, D, B എന്നുള്ള ഓർഡറാണ് ഇവിടെ വരുന്നത്. എന്താണ് ഈ സംഭവം? ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഹെർബേഷ്യൻ സ്റ്റെപ്സ് നിങ്ങളുടെ ലെസൺ പ്ലാനിങ്ങിലും ടീച്ചിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹെർബേഷ്യൻ സ്റ്റെപ്സ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്ന ആ 5 മാർക്കിൻ്റെ മേഖലയിൽ സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്, റിപ്പീറ്റഡായിട്ട് വരുന്നൊരു ഏരിയയാണ്. B.Ed വല്ല പ്രധാനത്തോട് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നിങ്ങൾ പെഡഗോഗിയുടെ ഭാഗത്ത്. അപ്പോൾ പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, കമ്പാരിസൺ അല്ലെങ്കിൽ അസോസിയേഷൻ, ജനറലൈസേഷൻ, റീക്യാപിറ്റുലേഷൻ, ഇതാണ് ആ ഒരു ഓർഡർ. ഹെർബേഷ്യൻ സ്റ്റെപ്സിൻ്റെ ഓർഡർ ഓർത്തിരുന്നോ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലെസൺ പ്ലാനിങ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം പ്രിപ്പയർ ചെയ്യും, പിന്നെ പ്രസൻറ്റേഷൻ നടത്തും, ദെൻ കമ്പാരിസൺ നടത്തും, ജനറലൈസേഷനിലേക്ക് എത്തും, റീക്യാപിറ്റുലേഷനും സംഭവിക്കും. ഇതാണ് അതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർബേഷ്യൻ സ്റ്റെപ്സ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈൽ സെലക്ടിങ് എ ടീച്ചിങ് മെത്തേഡ്? ഒരു ടീച്ചിങ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്? വളരെ സിമ്പിൾ അല്ലേ. ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളൊരു നല്ല അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപികയായിട്ട് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ഇറ്റ് ഷുഡ് ഫെസിലിറ്റേറ്റ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ്. നല്ലതല്ലേ? അതായത് നമ്മൾ ടീച്ചിങ് മെത്തേഡ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. ഇറ്റ് ഷുഡ് ബി വൈഡ്ലി അക്സെപ്റ്റഡ് എമോങ് ഡിഫറൻറ്റ് ഡിസിപ്ലിൻസ്. പല ഡിസിപ്ലിൻസിന് ഒരുപോലെ അംഗീകരിച്ചതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ മൾട്ടി സെൻസറി അപ്രോച്ച്. പല സെൻസ് ഓർഗനുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. അതും ശരിയാണ്. അപ്പോൾ ഏതാ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ രീതിയിൽ വേണം അത് കണ്ടെത്താനായിട്ട്. ലോജിക്ക് വെച്ച് കണ്ടെത്താൻ പറ്റും. ഈവൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസും നിങ്ങൾക്ക് എൻട്രി ആപ്പിൻ്റെ ഭാഗമായിട്ട് ഓരോ കോഴ്സിൽ ലഭ്യമാവുന്നുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെ ഒടുവിൽ നിങ്ങൾക്ക് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വലിയ കൂട്ടം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മോക്ക് എക്സാംസും മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവും. ആയിരക്കണക്കിന് ചോദ്യങ്ങളോട് നിങ്ങൾ കടന്നു പോകും. പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ഹയസ്റ്റ് കോൺക്രീറ്റ്നെസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്? ഹയസ്റ്റ് കോൺക്രീറ്റ്നെസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് ഇതെന്ത് എവിടെ നിന്ന് വന്നായിരിക്കും? തിയറി പഠിച്ച ഒരാൾക്കേ പറ്റുള്ളൂ. B.Ed പഠിച്ചുകൊണ്ടിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട സാധനം ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. അതിൽ എക്സ്കർഷൻ, ഫീൽഡ് ട്രിപ്പ്, എക്സിബിഷൻ, ഡ്രാമാറ്റൈസേഷൻ ഉണ്ട്. അതിൽ കോൺക്രീറ്റ്നെസ്, ഹയസ്റ്റ് കോൺക്രീറ്റ്നെസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്നത് ഇതിലേതാണെന്നാണ് ചോദ്യം. ആൻസർ വന്നിരിക്കുന്നത് ഫീൽഡ് ട്രിപ്പാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇപ്പോൾ എക്സ്കർഷനും എക്സിബിഷനും ഡ്രാമാറ്റൈസേഷനും ഒക്കെ മാറ്റിയിട്ട് ഫീൽഡ് ട്രിപ്പിനാണ് പ്രാധാന്യം. ഇപ്പോൾ എക്സ്കർഷൻ, ഫീൽഡ് ട്രിപ്പ് ഡൗട്ട് വരാം. പക്ഷേ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടി ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന സാധനം ഫീൽഡ് ട്രിപ്പാണ്. എക്സ്കർഷൻ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഫോം മാത്രമാണ്. ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്ത് അത് കാണാൻ വേണ്ടി തന്നെ പോകുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് അതിനെ ആൻസറായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹയസ്റ്റ് കോൺക്രീറ്റ്നെസ് ഓഫ് ലേണിംഗ് കംസ് ഫ്രം ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസിൽ നിന്നാണ് ഹയസ്റ്റ് ലേണിംഗ് വന്നിരിക്കുന്നത്. ഒരു ഫീൽഡ് ട്രിപ്പാണ് അത്തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ട് ചെയ്ത് റിയൽ ലൈഫ് സിറ്റുവേഷൻ ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ സഹായിക്കുന്നത്. എക്സ്കർഷൻ സിമിലർ ആണ്, പക്ഷേ ലെസ് സ്ട്രെച്ചഡ് അക്കാഡമിക്കലി സ്ട്രെച്ചഡ് ആയിട്ടുള്ള സാധനം ഫീൽഡ് ട്രിപ്പാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. എക്സിബിഷൻ ആൻഡ് ഡ്രാമാറ്റൈസേഷൻ ആർ മോർ ഇൻഡയറക്റ്റ് ഓർ
എക്സ്പീരിയൻസിന് അത്രയും നമുക്ക് നൽകുന്ന രീതിയിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു സൈക്കോ മോട്ടോർ ഡൊമൈൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്? അഫക്റ്റീവ് ഡൊമൈൻ അല്ലേ, സൈക്കോ മോട്ടോർ ഡൊമൈൻ, കൊഗ്നിറ്റീവ് ഡൊമൈൻ ഒക്കെ നിങ്ങൾ പഠിക്കുന്ന പെഡഗോഗിൽ വരുന്ന സാധനം. ആ ക്വസ്റ്റ്യനാണ് റിപ്പീറ്റിംഗ് ഏരിയ. സൈക്കോ മോട്ടോർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഫിസിക്കലി ആയിട്ടുള്ള കൈകാലുകളൊക്കെ ഉപയോഗിച്ചുള്ള പരിപാടിയായിരിക്കും. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്കിൽസ് സൈക്കോ മോട്ടോർ ആണോ? അല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ് അല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് മാനിപ്പുലേറ്റീവ് സ്കിൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊന്നും ഫിസിക്കലി വരുന്നതല്ല. മാനിപ്പുലേറ്റീവ് സ്കിൽസ് എന്ന് പറയുന്നത് മാത്രമാണ് അവിടെ സൈക്കോ മോട്ടോർ ഡൊമൈനകത്ത് വരുന്നത്. ലോജിക്കലി വൺസ് കേട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മാക്സിമം ചോദ്യം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. അതാണ് ഓപ്ഷൻ സി ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് മാനിപ്പുലേറ്റീവ് സ്കില്ലാണ് ആൻസറായിട്ട് വരിക. ദ സൈക്കോ മോട്ടോർ ഡൊമൈൻ ഫോക്കസ് ഓൺ ഫിസിക്കൽ സ്കിൽസ്, കോർഡിനേഷൻ ആൻഡ് മാനിപ്പുലേറ്റീവ് ടാസ്ക്. Manipulative skills like handling tools, performing experiments or using instruments are classic example of psychomotor objectives. Information processing എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനകത്ത് വരുന്നതാണ്. ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന അഫക്റ്റീവ് ഡൊമൈനകത്ത് വരുന്നതാണ്. ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്തിനകത്ത് വരുന്നതാണ്? കൊഗ്നിറ്റീവ് ഡൊമൈനകത്ത് വരുന്നതാണ്. അപ്പോൾ പല ഡൊമൈനകത്ത് വരുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ എഴുതാൻ പറ്റും. ആ രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് എംഫസൈസ് ടൈം റെസ്ട്രിക്ഷൻ? ടൈം റെസ്ട്രിക്ഷൻ ഇല്ലാത്തത് ഇതിൽ ഏതായിരിക്കും? പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, സമ്മേറ്റീവ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നല്ല ചോദ്യ. ഇവാലുവേഷൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായപ്പോഴും 10 നേടാമെന്ന് ഞാൻ പറഞ്ഞ വെറുതെ അല്ല. എപ്പോഴും റിപ്പീറ്റഡായിട്ട് ഒരേ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഇവിടെ സമയത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഇതിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത് ഏതാണെന്നറിയോ? അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. കാരണം പ്രോഗ്നോസ്റ്റിക്കിലും പെർഫോമൻസിലും സമ്മേറ്റീവിലൊക്കെ ഒരു ടൈം സ്കിൽ, ഒരു ടൈം ബൗണ്ടിനനുസരിച്ച്, ഇപ്പോൾ ഒരു പെർഫോമൻസ് സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ നിശ്ചിത സമയം ഉണ്ടാവും. സമ്മേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള അവസാനം നമ്മൾ എഴുതുന്ന പരീക്ഷകളൊക്കെ ഇല്ലേ, അതിന് പർട്ടിക്കുലർ ടൈം ഉണ്ടാവും. 1 hour 3 hour എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം ഉണ്ടാവും. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് ടൈം ഉണ്ടാവും. ഇവിടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിഫിക്കൽറ്റിയെ മനസ്സിലാക്കാനായിട്ടാണ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനായിട്ടാണ്. അവിടെ ടൈമിന് വലിയ പ്രാധാന്യമില്ല. കുട്ടിക്ക് എന്തോരം പോരായ്മയുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതുള്ളത്. സോ ലേണറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈംഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പെർഫോമൻസ്. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെ അയാൾ പെർഫോം ചെയ്യും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതിനകത്ത് ടൈം ഉണ്ട്. പെർഫോമൻസ് ടെസ്റ്റിലും ഉണ്ട്, സമ്മേറ്റീവ് ടെസ്റ്റിലും ടൈം വരുന്നുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഒരു 5 ക്വസ്റ്റിൻ കൂടി മനസ്സിലായല്ലോ. ഈ ഒരു ഭാഗത്തുള്ള ഒരു ക്വസ്റ്റിൻ കഴിഞ്ഞ വീഡിയോയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരെണ്ണം കുറഞ്ഞിട്ടുള്ളത്. സോ ഈ രീതിയിൽ 2 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. റിസർച്ചും ടീച്ചിങ് മെത്തഡോളജിയായിട്ട് ബന്ധപ്പെട്ട 2 ടോപ്പിക്കുകളിൽ നിന്ന് 10 മാർക്ക് 100% ഉറപ്പാണ്. HSAയിലും ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഈ രീതി പഠിച്ചാൽ 10ൽ 10 നിങ്ങൾക്ക് നേടാം. അത് എൻട്രിയിലുണ്ട്. എൻട്രിയുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനും കോഴ്സിൻ്റെ ഡെമോ ക്ലാസ്സുകൾ കാണാനും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.